ഷിബു സാറ്, ഷീല മാഡം, പോൾ സാറിനെ ഇവരെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരെയും, എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകം ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ചെറിയ സംശയം, ഇന്നത്തെ നമ്മുടെ ഈ ജീവിതം, അതായത് ഇപ്പൊ എല്ലായിടത്തും മഴക്കാലമാണ്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തി എന്തിനാണെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സർവ്വതും ചുട്ടുകരിക്കുന്ന അഗ്നിക്കോ, അത് ശ്വാസമായി തഴുകുകയും അതുപോലെ കൊടുങ്കാറ്റായി അലയടിക്കുകയും ചെയ്യുന്ന വായുവിനോ, ഭൂകമ്പങ്ങളിലൂടെ സകലതിനെയും ഉള്ളിലേക്ക് വിഴുങ്ങുന്ന ഭൂമിയെയോ, വായുവിനെയും അഗ്നിയെയും അടക്കി കല്ലുകളെ പോലും അലിയിച്ച് പ്രളയം സൃഷ്ടിക്കുന്ന ജലമോ, ഇവയ്ക്കെല്ലാം ഇടമൊരുക്കുന്ന യാതൊരു വിഭ്രാന്തികളുമില്ലാത്ത അനന്തമായ ആകാശത്തിനോ സന്ദർഭോചിതമായ ശക്തികൾ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഏറ്റവും സർവസംഹാര ശേഷിയുള്ള ശക്തിയും ഏറ്റവും ഒടുവിലത്തെ സങ്കടത്തിന്റെ കണ്ണുനീരും വെള്ളം തന്നെയാണെന്ന്. ദാഹിക്കുമ്പോൾ ജീവന്റെ തുള്ളിയാകുന്നതും കോപിക്കുമ്പോൾ ജീവിതം എത്രയും ഒഴുകിക്കൊണ്ടുപോകുന്ന പ്രളയമാകുന്നതും അതേ വെള്ളം തന്നെയാണ്. എന്നാൽ മനുഷ്യൻ പണിതുയർത്തിയ അതിരുകളെയും അഹങ്കാരങ്ങളെയും ഒരൊറ്റ രാത്രി കൊണ്ട് കഴുകിക്കൊണ്ട് അവനെ വീണ്ടും നിസ്സാരനാക്കി മാറ്റുന്ന പ്രകൃതിയുടെ ഹൃദയത്തിന്റെ ഒരേയൊരു ഭാഷ, അതെന്താണെന്ന് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ ഇന്ന് എല്ലാം നശിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുക്കൾ നഷ്ടപ്പെട്ട് ആരുമില്ലാതെ അവർ ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂം മീറ്റിംഗ് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇന്ന് ഇതിലെത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഈ സൂം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി, ഈശ്വര പ്രാർത്ഥന ചെല്ലാൻ ആരുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു സൈലന്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതി നമുക്കൊരു ചെറിയ ചിന്താ വിഷയത്തോടു കൂടി തുടങ്ങാം. നേടിയെടുക്കുവാൻ ഒരു സ്വപ്നം പോലും ഇല്ലെങ്കിൽ ജീവിതത്തിന് വലിയൊരു അർത്ഥമുണ്ടാകില്ല. നമ്മൾ ശരിക്കും ശ്രമിക്കാതെ തന്നെ തോറ്റുപോകുമെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മുടെ സ്വപ്നങ്ങളുടെ വില നമ്മൾക്ക് ശരിക്കും അറിയുകയില്ല. പുറത്തു നിൽക്കുന്ന പലർക്കും അത് വെറും തമാശയായി തോന്നാം. പക്ഷേ ഒരു ദിവസം അതേ സ്വപ്നം റിയാലിറ്റി ആകുമ്പോൾ നമ്മളെ വിശ്വസിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുക. അതുകൊണ്ട് ആളുകൾ എന്തു പറയുന്നുവെന്ന് നോക്കാതെ നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ആ സ്വപ്നത്തിനു വേണ്ടി അവസാനം വരെ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സൂം നമുക്ക് ആരംഭിക്കാം. എല്ലാവരോടും ഒരു ചെറിയ റിക്വസ്റ്റ്, എനിക്കിവിടെ മറ്റേ വൈഫൈയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത്. എല്ലാവരും ക്ഷമിക്കണം. ഇന്നത്തെ നമ്മുടെ വിഷയം ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നതാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു ന്യൂ ബിസിനസ് മോഡലാണ്. ഡയറക്റ്റ് സെല്ലിംഗ് നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിച്ചതുമാണ്. ഡയറക്റ്റ് സെല്ലിംഗ് മാർഗരേഖ കഴിഞ്ഞ വർഷം നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഈ ഇൻഡസ്ട്രി എല്ലാവരും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പല പല ഊഹാപോഹങ്ങളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു മോണിറ്ററി സിസ്റ്റം ആരംഭിച്ചത് തന്നെ കേരള ഗവൺമെന്റ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ സമ്പന്നരായ വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ നൂതനമായ ബിസിനസ് മോഡലാണ്. ഒരു അധിക വരുമാനം എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെയുള്ളതാണ്, അത് എങ്ങനെ ചെയ്യാം, അതിനെ പറ്റിയുള്ള നല്ല ഒരു അറിവുള്ള, നല്ല വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇല്യാസ് സാറിനെ എത്രയും സ്നേഹത്തോടെയും ഏറെ ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഇല്യാസ് സാർ. താങ്ക് യു. താങ്ക് യു പുഷ്പ മാം. താങ്ക് യു സോ മച്ച്.
എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് ഓൾ ഓഫ് യു. മോർണിംഗ്. പ്രിയമുള്ളവരെ, നമ്മള് ഇവിടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്ലാറ്റ്ഫോമില് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി അഥവാ KBC ഓർഗനൈസ് ചെയ്യുന്ന ഒരു സൂം വെബിനാറിലാണ് എല്ലാ ദിവസവും പതിവ് പോലെ നടക്കാറുള്ള ഒരു 6 AM ക്ലബിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഇവിടെ പുഷ്പ മേഡം വളരെ മനോഹരമായി എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഇല്യാസ് എന്നാണ്, വീട് ആലുവയാണ്. ഞാൻ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ 2023 ജൂലൈ 9-ാം തീയതിയാണ്. അപ്പൊ 3 വർഷം പിന്നിട്ടു. നാളത്തേക്ക് 3 വർഷം 1 മാസവും തികയാൻ പോകുന്നു. യെസ്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് ഈ ഒരു അവസരം തന്ന KBCയുടെ ചെയർമാൻ മനോജ് സാറ്, അതേപോലെ തന്നെ ഡാനി സാറ്, KBCയുടെ കോർ ലീഡേഴ്സ്, എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും പ്രത്യേകം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഇന്ന് ഈ സൂമിൽ എത്തിച്ചേർത്തിട്ടുള്ള ഇവിടെ നമ്മുടെ പുഷ്പ മേഡം പറഞ്ഞ പോലെ എല്ലായിടത്തും മഴയാണ്, ശക്തമായ മഴയാണ്, ഒലിച്ചൊരിയുന്ന മഴയാണ്. അപ്പൊ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇന്നിപ്പോ ഏകദേശം 100-ലെ താഴെ ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവര് ശേഷം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും, പല സ്ഥലത്തും കറണ്ട് ഇല്ല, പല സ്ഥലത്തും നെറ്റ് ഇല്ല, പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടും അതേപോലെ തന്നെ യെല്ലോ അലർട്ടും ഓറഞ്ച് ഒക്കെയാണ്. അപ്പൊ ഒരു കാലാവസ്ഥ അത്രയും പ്രതികൂലമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഈ സൂമില് ആയിരിക്കുന്നത്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന മേഖല നമ്മൾക്കറിയാം. ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനി പ്രവർത്തിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ്, അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായ ആളുകളാണ് നമ്മളിൽ പലരും. അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഏതെങ്കിലും ഒരു പാക്കേജ്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാക്കേജ് എടുത്തുകൊണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഹീലിംഗ് അറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സെക്കൻഡ് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരും വെൽക്കം ചെയ്യാണ്. എന്റെ ഓഡിയോ കേൾക്കാൻ പറ്റുന്നു, എന്റെ സംസാരം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഡിയബിൾ ആണോ മാഡം? ഐ എം ഓഡിയബിൾ? യെസ്. സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളുടെ ഇന്നത്തെ വിഷയം തന്നെ ഇതാണ്: വൈ ചൂസ് MLM ആൻഡ് ഡയറക്ട് സെല്ലിംഗ് ഓർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആസ് എ ബിസിനസ്. ഈ ബിസിനസ് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ബിസിനസ് ചൂസ് ചെയ്യാനുള്ള, ഈ ബിസിനസ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ പോയി കാണുന്ന കസ്റ്റമേഴ്സിന് അവരോട് ഈ പ്ലാൻ ഷെയർ ചെയ്യുമ്പോൾ, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി പ്ലാൻ ഷെയർ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ MLM അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് എന്തിനു വേണ്ടി ഏറ്റെടുക്കുന്നു? ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിൽ പലരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന ആളുകളാണ്. എന്നാൽ ഇന്നും നമ്മൾ ഇപ്പോ ക്രൈറ്റീരിയ ബോണസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ക്വാളിഫൈ രൂപ 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, അതിന് മേലെയൊക്കെ വരുമാനം വാങ്ങിച്ച ആളുകളാണ് എന്നെ കേൾക്കുന്ന കൂടുതൽ ആളുകൾ. നമ്മൾ ഈ ബിസിനസ് ചൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ ബിസിനസ് ചൂസ് ചെയ്യണമെന്ന്, ഈ ബിസിനസ് തിരഞ്ഞെടുക്കണം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ ഈ ചോദ്യം പലപ്പോഴും പല പ്രോഗ്രാമിലും, പല മീറ്റിങ്ങുകളിലും, ചെറുതും വലുതുമായ പ്രോഗ്രാമിൽ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന നമ്മളുടെ അസോസിയേറ്റ് ബിസിനസ് പാർട്ട്നേഴ്സ് പറയാറുള്ളത്, പലരും ആരോഗ്യത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പല 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 ആൻസറുകൾ പറയാറുണ്ട്. ശരിയാണ്, പറയുന്നതെല്ലാം ശരി തന്നെയാണ്. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നു?
നമ്മൾ പലപ്പോഴും കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ടല്ലോ, നീ എന്തിനാ പഠിക്കണേ, എന്തിനാ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സിനാന്നല്ല, എന്തിനാ പഠിക്കുന്നേ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിൽ പലരും അത് 100% മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് വിലയിരുത്താം. നമ്മൾ ഈ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തിനാണ് ഈ ബിസിനസ് ചൂസ് ചെയ്തത്. ഈ ബിസിനസ് ചൂസ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാകാം. ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഇവിടെ പുഷ്പ മാം, നമ്മളുടെ മാസ്റ്റർ സെറിമണി ചെയ്യുന്ന പുഷ്പ മാം വളരെ മനോഹരമായിട്ട് പറഞ്ഞു അല്ലെ. 1940 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ഈ ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചാൽ ആ ഇൻഡസ്ട്രിയിൽ ഡയറക്ട് സെല്ലിംഗ് ഉണ്ട്. അപ്പൊ അത്രയും 100% അന്ന് 1940 അമേരിക്കയിൽ ആരംഭിച്ച സമയത്ത് അവിടെ ലീഗലായിരുന്നു. അതിനുശേഷം 78-79 കാലങ്ങളിലാണ് അമേരിക്ക ഗവൺമെന്റ്, US ഗവൺമെന്റ് അത് ലീഗലാക്കിയത്. എന്നതുപോലെ നമ്മൾക്ക് പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 40 വർഷം മുമ്പേ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് വന്നു. പക്ഷെ ലീഗലൈസ് ചെയ്തത് 2015 ജൂലൈ 29-നാണ്. നമ്മളെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പൊ ഇങ്ങനെ ഇന്ന് 100% ലീഗലായി നടന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധാരണക്കാരെ, ലക്ഷക്കണക്കിന് സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലക്ഷാധിപതികളും കോടീശ്വരന്മാരുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സീറോ അതായത് 0, 1 രൂപ പോലും മുടക്കാതെ ചെയ്യാൻ കഴിയുന്ന, യാതൊരു റിസ്കുമില്ലാതെ ഏറ്റെടുക്കാൻ പറ്റുന്ന, യാതൊരു തലവേദന ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾക്ക് ഏത് ബിസിനസ് തുടങ്ങണമെങ്കിലും കുറെയൊക്കെ എക്സ്പീരിയൻസ് വേണം. പക്ഷെ യാതൊരു പരിചയസമ്പത്തും ഇല്ലാത്ത ആളുകൾക്ക് വരെ ആരംഭിക്കാൻ കഴിയുന്ന, ഇന്ന് നമ്മളുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അല്ലെ. സീറോയിൽ നിന്ന് ഹീറോ ആയ ഒരുപാട് പേര് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഇന്ന് വലിയ വൻകിട കമ്പനികൾ, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ ഡയറക്ട് സെല്ലിംഗ് ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നു? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് സമയം നമുക്ക് ഈ രാവിലത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കാം. യെസ്, ഞാൻ പറയുന്നു, ഒന്നാമതായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഒരു എക്സ്ട്രാ ഇൻകം, ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടി, ഒരു അഡീഷണൽ വരുമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. നമ്മൾ പോയി കാണുന്ന ആളുകളോട് നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിൽ പലരും ഒരാള് അധ്വാനിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, അല്ലെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന്റെ വരവും ചെലവെന്ന് പറയുന്ന രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പറ്റാത്ത വലിയൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മൾക്ക് ഇന്ന് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭയങ്കര ചെലവാ. ഞാൻ ഈ ജൂലൈ മാസത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ്. കാരണം എന്റെ മകള് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി BBA വിത്ത് ഏവിയേഷൻ കോഴ്സിൽ ചേർക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നല്ലൊരു പൈസയായി. എന്റെ മകൻ BBA കോഴ്സ് കഴിഞ്ഞിട്ട് MBAക്ക് ചേർക്കണമെന്ന് പറഞ്ഞ് ചെന്നൈയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു. അതിനും വലിയൊരു പൈസയായി. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ മികച്ചൊരു ഭാവിക്ക് വേണ്ടി, അതേപോലെ തന്നെ നമ്മൾക്കൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി, വീടില്ലാത്ത ആളുകളാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി, അതേപോലെ നമ്മളുടേതായ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗം നമുക്കുണ്ടാകാം. ഇതിലൂടെ നമ്മൾക്ക് നമ്മളുടെ ഈ ആഗ്രഹങ്ങളും ഈ ഡ്രീംസും ഈ സ്വപ്നങ്ങളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ? ഒരു മാസ ശമ്പളക്കാരനാണെങ്കിൽ, ഒരു പ്രൈവറ്റ് സെക്ടറിലോ ഗവൺമെന്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്ന ഒരാള്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാസ ആദ്യത്തില് സാലറി കിട്ടിയാൽ എത്ര ദിവസം ഉണ്ടാകും സാലറിയുടെ പൈസ? കിട്ടുമ്പോൾ തന്നെ പൈസ തീർന്നു പോകുന്ന ആളുകളിൽ പലരെയും എനിക്കറിയാം. അപ്പോ 30,000, 40,000, 50,000 രൂപ സാലറി കിട്ടിയാൽ
ഒരുപക്ഷെ അത് 1-ാം തീയതി സാലറി വന്നാൽ 5-ാം തീയതി വരെ പൈസ ഉണ്ടാകും. പാല്, പത്രം, കറണ്ട് ബില്ല്, ഇപ്പം ഫോണിന്റെ ചാർജ്, അതേപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തേക്കണ പൈസ, അതേപോലെ മറ്റുള്ള നമ്മളുടെ പലചരക്കട, അതേപോലെയുള്ള സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ 10-ാം തീയതി ആകുമ്പോഴേക്കും കാലികളാണ്. അതിനുശേഷം അവര് വായ്പയിലേക്ക് പിന്നെയും വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ സർക്കിളിൽ നിന്ന് അവർ പൈസ കണ്ടെത്തുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എപ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മളുടെ സ്വപ്നങ്ങള് എങ്ങനെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും? അപ്പൊ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകള് നമ്മളുടെ സൊസൈറ്റിയിൽ, നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. 100 പേരെ എടുത്താൽ 99 പേരും എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളി പലപ്പോഴും വലിയ അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ആപ്പാണെന്ന് പറയും, അതേപോലെ ഫണ്ട് സ്കീം, ഇങ്ങനെയുള്ള ധാരാളം, അതായത് നമ്മൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു തുക നമ്മൾ എവിടെന്നെങ്കിലും ലോൺ എടുത്തോ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വായ്പ വെച്ചോ, അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടാൻ വേണ്ടി. പക്ഷെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് RBIയുടെ അംഗീകാരം ഉള്ളതാണോ നമ്മൾ ചിന്തിക്കുക. ഇതിന് സെബിയുടെ അംഗീകാരം ഉണ്ടോ? എല്ലാവരും ട്രേഡിംഗ് ആണെന്ന് പറയും. ഞങ്ങൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നു, മൈൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ട്രേഡിംഗ് നടക്കുന്നുണ്ടോ? ഒരു ചുക്കും നടക്കുന്നില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ അത് തന്നെ അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എടുത്തിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കമ്പനികൾ, അല്ലെ, ധാരാളം കമ്പനികൾ വന്ന് ആളുകളുടെ പണം അപഹരിച്ചു കൊണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേരില് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ, 3.25 കോടി രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ എനിക്കറിയാം, നേരിട്ടറിയാം. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തുന്ന വഴികൾ പലപ്പോഴും അപകടത്തിൽ ചെന്ന് എത്താറുണ്ട്. എന്നാൽ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും അവരുടെ ഒഴിവ് സമയങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ജോലി കഴിഞ്ഞുള്ള ബാക്കി സമയങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ അവധിയുള്ള ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രം ചെയ്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോബായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ഇത് ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു നല്ല ടീം കെട്ടിപ്പടുത്തുകൊണ്ട് അവർക്ക് വലിയ വരുമാനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ആളുകള്, ഇപ്പൊ പുഷ്പി മാഡം ഇന്ന് പരിചയപ്പെടുത്തിയ പുഷ്പി മാഡത്തിന്റെ ഗ്രേറ്റ് അപ്ലൈൻ, അല്ലെ, എന്റെ സുഹൃത്തു കൂടിയാണ്, നമ്മളെ ഷിബു സാറ്, ശ്രീമൂലകരം. അദ്ദേഹം ഒരു ജോലിയോടൊപ്പം ഒരു ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് ഒരു സ്ഥാപനത്തിൽ. അദ്ദേഹം ഒരു ജോലിയോടൊപ്പമാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹം 5 മണിക്കോ 5:30ക്കോ 6 മണിക്കോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ ബാക്കിയുള്ള സമയമാണ് അദ്ദേഹം ഫുൾ ടൈം ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിക്കാണ്. ഫുൾ ടൈം വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആണ്. സോ ആ രീതിയിൽ നമ്മൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഇന്ന് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ആവശ്യമില്ലാത്ത ഒരാൾ പോലും നമ്മളുടെ മുമ്പിലില്ല. ഞാൻ നേരത്തെ 99% ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോൾ പറയും എനിക്ക് എക്സ്ട്രാ ഇൻകം വേണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 100% ആളുകൾക്കും എക്സ്ട്രാ ഇൻകത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എക്സ്ട്രാ ഇൻകം നമ്മൾ ആഗ്രഹിക്കുന്ന, ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഏറ്റെടുക്കാവുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതിൽ ഏറ്റവും മികച്ച കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിയാണ് eBuytorium നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തന്നെ അതിന്റെ ഒരു പ്രൊജക്ട് വേണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് ലാൻഡ്, ലേബർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ അതെല്ലാം ചെയ്താൽ ആ ബിസിനസ് വിജയിക്കണമെന്നുണ്ടോ? അവസരത്തിൽ നമുക്ക് പിടിച്ചു വെക്കണമെങ്കിൽ നമുക്ക് നല്ല അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ചെയ്ത് ഒരു ബിസിനസ് നമ്മൾക്ക് എപ്പോഴാണ് റിട്ടേൺ തരുന്നത്, ബെനിഫിറ്റ് തരുന്നത്? ഇനി 100 പേര് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 100 പേര് വിജയിക്കുന്നുണ്ടോ? ബിസിനസ്സിലെ ഏറ്റവും വലിയ ഒരു 6, അല്ലെ, ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും വലിയൊരു 6 റിസ്ക് എന്ന് പറയുന്ന അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പലരും ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകും. അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരു വീട്ടമ്മക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യാം. ഒരു വിദ്യാർത്ഥിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യാം. ഒരു ജോലി ഉള്ള ആൾക്കോ ബിസിനസ് ഉള്ള ആൾക്കോ ഇനി വേറൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്ട് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഡയറക്ട് സെല്ലിംഗ്, അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ ആഗ്രഹമുള്ള ഏത് ഇന്ന് ലോകം എന്ന് പറയുന്ന ഇൻഡസ്ട്രി. അപ്പൊ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് കടന്നു വരാം. യെസ്. പിന്നെ ആർക്കാണ് ഇവിടെ ഈ ബിസിനസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് 6 അടി പൊക്കവും നല്ല കളറും നല്ല ഫിറ്റ് ആയിട്ടുള്ള നല്ല പാന്റ് ഷർട്ട് ഒക്കെ ഇട്ട് ഇൻസെർട്ട് ചെയ്തിട്ടാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു വ്യക്തിത്വം നോക്കും. ഡയറക്ട് സെല്ലിംഗ് അവരുടെ ഡ്രസ്, അവരുടെ ഡയലോഗ് അല്ലെ, അതേപോലെ തന്നെ അവരെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതി ഒന്ന് നോക്കൂ. അപ്പൊ ആളുകളെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകൾക്ക് പോലും കഴിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഒട്ടും വലിയ വിദ്യാഭ്യാസമില്ലാത്ത, യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത ഈ മേഖലയിലും പുരുഷന്മാരാണെങ്കിലും അവര് ബിഹേവ് ചെയ്യുന്നത് ആളുകളോട്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കറിയാം, നേരിട്ടറിയാവുന്ന നമ്മുടെ ടീമിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഇന്നലെ വരെയും അടുക്കളയുടെ അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന വീട്ടമ്മമാര് ഇന്ന് അവരോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, നാളെ പോയിട്ട് ജില്ലാ കളക്ടറെ കണ്ടൊരു കാര്യം സാധിച്ചു വരാൻ പറഞ്ഞാൽ ഒരാശങ്കയില്ലാതെ, ഒരു ഫിയറിംഗും ഇല്ലാതെ, ഒരു ഭയവും ഇല്ലാതെ അവരൊറ്റക്ക് പോകും. വേറെ ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരാളോട് പറഞ്ഞു നോക്കും, ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവും, ചിലപ്പോൾ അവർ പഠിച്ചേക്കണത് BEd MD ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു MBA കാരനായിരിക്കും ചിലപ്പോ, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ആ ലേഡിയോടോ അദ്ദേഹത്തോടോ പറഞ്ഞിട്ട് ഇന്ന ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം നടത്തിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ 4 ആള് കൂടെ വേണം. അവർക്കൊരു ഭയമാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കും തോറും നമ്മളുടെ വ്യക്തിത്വം വികസിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് നമ്മൾ അറിയാവുന്ന പരിചയമുള്ള ഒരു വ്യക്തി. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് നമ്മുടെ ആലൂരിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സാർ എന്റെ ബിസിനസ് പാർട്ണറാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആലുവയില് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പറയും, ഇന്ന കുടുംബത്തിലുള്ള ആളാണ്, ഇന്ന സ്ഥലത്തുള്ള ആളാണ്, ഇന്ന ആളുടെ മകനാണ്, അദ്ദേഹം കൊള്ളാം, കുഴപ്പമില്ല, അദ്ദേഹത്തിന് നല്ല സ്വഭാവമാണ്, വേറെ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാത്ത ആളാണ്. ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയും. എവിടെ? അദ്ദേഹത്തിന്റെ അറിയുന്ന ആ സർക്കിളിലുള്ള ആളുകളോട്, ആ ടൗണിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തെ. എന്നാൽ അദ്ദേഹം ട്രിവാൻഡ്രത്തോ കാസർഗോഡോ പോവുകയാണ്, അല്ലെങ്കിൽ വെതർ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അയാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ ജബ്ബാർ സാറിനെ കാണുമ്പോൾ ജബ്ബാർ സാറിന്റെ കാണുന്ന ആളുകൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ സംസാരം, അല്ലെ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടല്. ഇതാണ് യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അല്ല, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ആ രീതിയിൽ വളർക്കേഷൻ മല്ലം എന്ന് പറയുന്ന ഇൻഡസ്ട്രി. സോ ഇവിടെ മറ്റുള്ളവരോട് പറയാനുള്ള മറ്റൊരു നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് എത്രയായിരിക്കും, അല്ലെ?
അപാര കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക്. യു.എസ്. പ്രസിഡന്റ് വന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ പാറ പോലെ ഉറച്ചു വെക്കും. അപ്പൊ നമ്മളുടെ കോൺഫിഡൻസ് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 25-30 രൂപയാണ് തിരിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യില് പോകാനുള്ള 23 ഉണ്ട്, തിരിച്ചു വരാനുള്ള 23 ഉണ്ട്. അപ്പൊ ഏകദേശം 46 രൂപ വേണ്ട, 50 അയാൾ പേടിച്ചു പഠിച്ചായിരിക്കും പോകുന്നത്. എന്നാൽ നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു 500-1000 കിടക്കുന്നുണ്ട്. അദ്ദേഹം ചെലവാക്കുന്ന നേരത്തെ ചെലവാക്കിയ അതേ പൈസ തന്നെയാണ്, 46-50 രൂപയാണ് ചെലവാക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു 500-1000 ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇരട്ടി കോൺഫിഡൻസ് ആണ്. നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുമ്പോ, ഫാമിലി ആയിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോ പ്രൈസ് ടാഗ് മറിച്ചു നോക്കാതെ ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളൊരു മാർക്കറ്റിൽ പോകണം, ഫിഷ് മാർക്കറ്റിൽ പോകുകയാണ്. അവിടെ ചെല്ലുമ്പോ നമുക്ക് 800-900-1000 രൂപയുടെ കാളാഞ്ചിയും ഐക്കൂറയും അങ്ങനെ വലിയ വലിയ മീനുകൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ അവിടെ വില ചോദിച്ച് നമ്മൾ നേരെ അയലയിലേക്കോ ചാളയിലേക്കോ മത്തിയിലേക്കോ ചെറിയ മീനിലേക്ക് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അതായത് വില നോക്കാതെ നമ്മൾ അവിടെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ പ്രൈസ് ടാഗ് നോക്കാതെ നമുക്കൊരു ഇഷ്ടപ്പെട്ട വാഹനം കണ്ടു, റോട്ടിൽ കൂടെ പോകുമ്പോ പുതിയൊരു വാഹനം കണ്ട്, കിയ സെറോസ് EV പുതുതായിട്ട് കിയ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ള. അപ്പൊ ഈ വാഹനം വാങ്ങിക്കണം, എന്റെ വാഹനം മാറ്റിയിട്ട് ആ വാഹനത്തിലേക്ക് കടക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അപ്പൊ തന്നെ ആ വാഹനം ബുക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് മേടിച്ച് ആ വാഹനം കൊള്ളാമെന്ന് തോന്നിയാൽ അത് ബുക്ക് ചെയ്യണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ മക്കളൊരു ആഗ്രഹം പറഞ്ഞു, ആ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മുടെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, പൈസ ഇല്ലാത്തതിന്റെ പേരില് അവരുടെ ആഗ്രഹങ്ങള് നടക്കാതെ പോകുന്നു, അതിന്റെ പേരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളുടെ കയ്യില് പൈസ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെ? നമ്മളിപ്പോ